രാംലല്ലയിൽ പ്രാണപ്രതിഷ്ഠ നടത്തിയ യജമാനനായ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീണ്ടും ഒരിക്കൽ കൂടി രാംലല്ലയിൽ എത്തുന്നു. അവിടെ വലിയ റാലി സംഘടിപ്പിക്കുന്നു. അതായത് ഈ മോദിയുടെ ഗ്യാരണ്ടി, നാരി ശക്തി, ഇതൊന്നും ഈ തെരഞ്ഞെടുപ്പിൽ വിലപ്പോകുന്നില്ല. അയോധ്യ രാമക്ഷേത്രം അതും വലിയ തരംഗമാകുന്നില്ല എന്ന് കാണുമ്പോൾ അപരവിദ്വേഷത്തിൻ്റെതായിട്ടുള്ള പ്രചരണതന്ത്രത്തിൽ പിടിക്കുന്നു എന്നതാണ് പൊതുവെ കോൺഗ്രസ് ഉയർത്തുന്ന നെഗറ്റീവ്. പക്ഷേ വീണ്ടും ഇതാ രാംലല്ലയിലേക്കും അയോധ്യയിലേക്കും മടങ്ങിപ്പോവുകയാണ് ഉത്തർപ്രദേശിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തെരഞ്ഞെടുപ്പിന്റെ ക്യാമ്പയിന്റെ ഭാഗമായി തന്നെ. ഡോക്ടർ അരുൺകുമാറെ, ഇത് ഈ സൂചിപ്പിക്കുന്നത് 1930കളിൽ അന്ന് ഈ ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലർ എങ്ങനെയാണോ വംശീയതയുടെ തീ ആളിക്കത്തിച്ചുകൊണ്ട് ജൂതവിരുദ്ധ വികാരം അങ്ങനെ അത് പ്രചരിപ്പിച്ചത്, ഒപ്പം വലിയ ഈ ലാർജ് ഇൻഡസ്ട്രിയൽ ഹൗസസിനെ, വലിയ കമ്പനികളെ, അത് ഒരേ സമയം അമേരിക്കയുടെയും ജർമ്മനിയുടെയും താല്പര്യങ്ങൾക്കനുസരിച്ച് നിൽക്കുകയും പണം 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 ഉണ്ടാക്കുക എന്നുള്ള നിലയിലേക്ക് അവരെല്ലാം തന്നെ, ഞാൻ സമയച്ചുരുക്കം കൊണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല, എന്താണോ ചെയ്തത് അതിൻ്റെ നേരെ അതിൻ്റേതായിട്ടുള്ള ഒരു റിപ്ലിക്ക എന്നുള്ള നിലയിൽ, അതിൻ്റെ ഒരു പുനരവതാരം എന്നുള്ള നിലയിലേക്ക് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇന്ത്യ വിറ്റു തുലയ്ക്കപ്പെടുകയാണ്, ഒരു സെല്ലിംഗ് സ്പ്രീയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, 10 കൊല്ലം ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായി ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ എടുത്തതായ നടപടികൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് രാജ്യത്തിനുണ്ടായ വികസന പ്രവർത്തനങ്ങൾ, ഞങ്ങൾക്ക് ഇതിൻ്റെ അനുഭവം എന്താണ്, ഇതിൻ്റെ ഫലങ്ങൾ അനുഭവിക്കാൻ കഴിഞ്ഞത് എന്തൊക്കെ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് ജനങ്ങൾ ചോദിക്കും. അറിയേണ്ട ഒരു കാര്യം ഡോക്ടർ അരുൺകുമാർ തന്നെ നേരത്തെ സൂചിപ്പിച്ചു എന്ന് എനിക്ക് തോന്നുന്നു. ഇക്കഴിഞ്ഞ ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പുകളിൽ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ, 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 അന്ന് ഇതേ മണ്ഡലങ്ങളിൽ ഉണ്ടായിരുന്ന പോളിംഗ് പെർസെൻറ്റേജിനേക്കാൾ 5 മുതൽ 6% വരെ ഇടിവുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഗവൺമെൻറ്റിനോട് വല്ലാത്ത അഭിനിവേശം, പ്രണയം, അങ്ങനെയെല്ലാം ഉണ്ട് എങ്കിൽ അങ്ങനെ വന്ന് ഇങ്ങനെ തിരമാല പോലെ വന്ന് ഇങ്ങനെ വോട്ട് ചെയ്യണമല്ലോ, അങ്ങനെ വോട്ട് ചെയ്ത് ഈ സർക്കാർ വോട്ടർമാരുടെ അവരെ ഉണർത്താൻ പ്രതിപക്ഷത്തിന് കഴിയാതെ പോയതുകൊണ്ട് ഈ സർക്കാരിനെ മാറ്റാൻ വേണ്ടി ആളുകൾ ക്യൂ നിന്നില്ല. ഈ സർക്കാർ തുടരട്ടെ എന്ന് വിചാരിച്ചു, വോട്ടർമാർ വീട്ടിലിരുന്നു. ആ പോളിംഗ് പെർസെൻറ്റേജ് അതിലെന്താണെന്നറിയാറണേ, പോളിംഗ് പെർസെൻറ്റേജ് കുറഞ്ഞു എന്നുള്ളത് BJPയുടെ സിറ്റിംഗ് സീറ്റുകളിലും അവരുടെ ശക്തി കേന്ദ്രങ്ങളിലുമാണ്. സ്വാഭാവികമായി എങ്ങനെയാണ് ഒരു പാർട്ടി, ആ പാർട്ടിയുടെ അവർക്ക് കൂടുതൽ സ്വാധീനമുള്ള സ്ഥലങ്ങളിൽ, ബൂത്തുകളിൽ, മണ്ഡലങ്ങളിൽ നിന്നുള്ള BJPയുടെ സിറ്റിംഗ് സീറ്റുകളിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ്. ഇനി ഇത്തരത്തിൽ വല്ലാതെ വർഗീയ വിഷം ഇങ്ങനെ ചീറ്റുന്ന നിലയിലേക്ക് വരുമ്പോൾ ഇത് ചോദിക്കാതെ ഇരുന്നാൽ അത് വല്ലാത്ത അപരാധമായി പോകും. 1946 പാസ്റ്റർ മാർട്ടിൻ നിയമമുള്ളവർ അദ്ദേഹം എഴുതിയ ഒരു കവിതയുണ്ടല്ലോ, അതൊരു കൺഫെഷണൽ അല്ലേ, ഒരു കുറ്റസമ്മത മൊഴി പോലെ വന്നത്. ആദ്യം അവർ കമ്മ്യൂണിസ്റ്റുകളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. പിന്നെ അവർ സോഷ്യലിസ്റ്റുകളെ തേടി വന്നു, ഞാനൊന്നും മിണ്ടിയില്ല. പിന്നീട് അവർ ജൂതന്മാരെ തേടി വന്നു, ഞാൻ മിണ്ടിയില്ല, കാരണം ഞാനിതൊന്നും ആയിരുന്നില്ല. പിന്നീട് അവർ എന്നെ തേടി വന്നു, എനിക്ക് വേണ്ടി മിണ്ടാൻ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളതുപോലെ ഇത്തരത്തിൽ ഈ പൗരത്വ നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങളെ ബാധിക്കുന്നില്ലല്ലോ, നിങ്ങൾക്ക് എന്താ ഇതുകൊണ്ട് ബുദ്ധിമുട്ട് എന്നുള്ള നിലയിലേക്കാണ് ചോദിക്കുക. ഇത് നുഴഞ്ഞുകയറ്റക്കാർ എന്നുള്ള നിലയിലേക്ക് കുറേ ആളുകളെ പറ്റി പറയാം. അപ്പോൾ ഈ നുഴഞ്ഞുകയറ്റക്കാർ എന്നവർ പറയുന്നതിനകത്ത് ഈ ശ്രീലങ്കയിൽ നിന്ന് ജീവനും ഭയന്ന അവസാനം മക്കളെയും നെഞ്ചോട് പിടിച്ചുകൊണ്ട് ഈ കടലെല്ലാം കടന്ന് ഇങ്ങോട്ടേക്ക് വന്ന പാവപ്പെട്ട ഒരുപാട് തമിഴ് വംശജരായിട്ടുള്ളവരുണ്ട്, നമ്മളുമായി രക്തബന്ധമുള്ളവരാണ്, അവരെല്ലാം നുഴഞ്ഞുകയറ്റക്കാരാണല്ലേ. നമ്മുടെ ബന്ധുക്കളായിട്ട് അത്തരത്തിൽ ഈ ശ്രീലങ്കയിൽ നിന്നെല്ലാം വന്നവർ ഇപ്പോഴും കേരളത്തിലും തമിഴ്നാട്ടിലും പലയിടങ്ങളിലും അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്ന കുറെ മനുഷ്യ ജീവികളുണ്ടല്ലോ. പറയുന്നത് പോലെ ഈ തെരഞ്ഞെടുപ്പിന്റെ 2 ഘട്ടങ്ങൾ പിന്നിടുമ്പോൾ പോളിംഗ് ശതമാനത്തിലെ ഇടിവ്, ഒപ്പം തന്നെ വലിയ തരംഗ സാധ്യത ഇല്ലായ്മ, ഇതൊക്കെ പ്രധാനമായും BJP അലട്ടുന്നുണ്ട് എന്ന തോന്നലാണ് എന്നാണ് പ്രതിപക്ഷം പറയുന്നത്. അതല്ല, കാര്യങ്ങൾ വിശദീകരിക്കുകയാണെന്ന് രാജ്നാഥ് സിംഗും ഒപ്പം BJPയും കരുതുകയും ചെയ്യുന്നു. നന്ദി ശ്രീ സമ്പത്ത് ശ്രീനിവാസൻ. Debate with Arun Kumar.